ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വെക്കണ ഒരു സാധനം ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഫ്യൂച്ചറിൽ നമുക്കൊരു കാർ വരുമ്പോൾ വലിയ കാർ എടുക്കണം, ഇന്നോവ കാർ മേടിക്കുമ്പോൾ നമുക്ക് ഇത് സെറ്റാക്കിയിട്ട് വെച്ചോ. രണ്ടാമത് ഓക്കെ മാഡം. എൻ്റെ മോന്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പെരുന്നാളിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആണ്, പെരുന്നാളിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പോണത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേച്ചേരിക്കാണ്. എൻ്റെ സാരിയുടെ ബ്ലൗസ് കൊടുത്തിട്ടുള്ളത് കേച്ചേരി ഒരു ബൂട്ടിക്കിലാണ് കേട്ടോ, ബ്ലാക്ക് ലേഡി എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബ്ലൗസ് കൊടുക്കണ സമയത്ത് 18 ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 18 തീയതി വന്ന് മേടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളാണെന്ന് വെച്ചാൽ വിളിച്ച് ചോദിക്കുകയും ചെയ്തില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അവർ തയ്ച്ച് തുടങ്ങിയിട്ടുണ്ടോ അത് പകുതി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ പറഞ്ഞു ഒരു 5 മണി ഈവനിങ് വന്നാൽ മതി, റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. വിളിച്ചു ചോദിച്ചിട്ട് ഒന്നും കൂടി വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേച്ചേരി ഇപ്പോൾ പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യങ്ങളില്ല. ഇപ്പോൾ ഈ നമ്മളൊരു ഷോപ്പിൽ പാർക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് ഇവിടെ പാർക്കിംഗ് ഇല്ല, ചീത്തയാണ്. അവർ ഷോപ്പിൻ്റെ ഓണർ നമ്മളെ ചീത്ത പറയുകയാണ്. സെക്യൂരിറ്റി ഉണ്ട് അവിടെ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഷോപ്പിൻ്റെ ഓണർ നമ്മളെ ചീത്ത പറയുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ എന്തായാലും ഇനി അമ്പ് കഴിഞ്ഞിട്ട് വരാം എന്നുള്ള വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു ടോപ്പാണ് കേട്ടോ അമ്പിന് വേണ്ടിയിട്ട് ഇടുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, വലിയ ഒരുക്കും കാര്യങ്ങളൊന്നും, ജസ്റ്റ് ഒന്ന് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു, അതുപോലെ ഒരു ലിപ് ബാം ഇട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു, ഐലൈനർ ഇട്ടു, പൊട്ടിട്ടു, ജസ്റ്റ് സാധാരണ ഒരു മുടിക്കെട്ട് കെട്ടി, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തല കുളിച്ച കാരണം സെറ്റായിട്ട് നിൽക്കില്ല മുടി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ സെറ്റായി. അപ്പോൾ ഉണ്ണീനെ ഒരുക്കിയിട്ട് അമ്മാമ്മേടിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അമ്മയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണീനെ ഒരുക്കിയത് ചേട്ടനാണ്. അപ്പോൾ നമ്മൾ കൺമഷിയല്ല, പിരിക നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈം ആകുമ്പോൾ ഉറങ്ങുകയാണെങ്കിൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ എഴുതി കൊടുക്കണ്ട എന്നൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പിന് വേണ്ടിയിട്ട് നമ്മൾ നേർച്ച ഒരു പ്ലേറ്റിലാക്കി വെക്കും. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം, അതുപോലെ തന്നെ അച്ചപ്പവും ആണ് കേട്ടോ നമ്മൾ വെച്ചത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ അമ്പ് എത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്തുന്നത് ഒരു 4 മണി 4:30 കൂടിയിട്ടാണ് തോന്നുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് അമ്പ്. അപ്പോൾ നമുക്ക് യൂണിറ്റിലെ ബാൻഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ബാൻഡ് സെറ്റ് ഇല്ലാത്തവരുണ്ട്, ചിലവർ ബാൻഡ് സെറ്റ് ഉള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂണിറ്റിൽ ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മുന്നത്തെ വീട്ടിൽ നിന്ന് അവിടുത്തെ ഗൃഹനാഥനോ അല്ലെങ്കിൽ ഇപ്പോൾ പേരക്കുട്ടിയോ ആര് വേണമെങ്കിലും അമ്പെടുക്കും, അവിടെ നിന്ന് എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് അമ്പ് അവിടെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. അത് അമ്പും അതുപോലെ തന്നെ വളയുണ്ടായിരിക്കും. അപ്പോൾ അവർ നേർച്ചയും സംഭവങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നമ്മൾ ബാൻഡ് സെറ്റ് അവിടെ മീൻസ് പാട്ട് തുടങ്ങുന്നത് കേട്ടോ. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനും പരിപാലകനുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, ഞങ്ങളെല്ലാവരും ഹൃദയൈക്യത്തിൽ വളരുന്നതിനും അനുഗ്രഹം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ, വിശുദ്ധ സെബസ്ത്യാനോസേ. അങ്ങനെ വീട്ടിൽ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പ്രാർത്ഥന ചെല്ലേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെല്ലേണ്ടത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥന ചെല്ലാം കേട്ടോ. അതിപ്പോൾ ഗൃഹനാഥയോ ആവണമെന്നില്ല, പേരക്കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥന ചെല്ലാം. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ബാൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ 2 പാട്ട് പാടും കേട്ടോ. അത് ഒന്ന് നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പാട്ട് ഇങ്ങനെ ഓരോന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അത് ഒരെണ്ണം അവർ പാടും, ഒന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് മറന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടിയുടെ കാര്യം നോക്കണം, ചേട്ടൻ്റെ കാര്യം നോക്കണം, ഒക്കെ കൂടിയായപ്പോൾ എനിക്ക് ബാൻഡ് സെറ്റിൻ്റെ മീൻസ് പാട്ടിൻ്റെ കാര്യം തന്നെ നമുക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ കൊല്ലം വരെയാണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ആരെയും ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലല്ലോ. പക്ഷേ ഇക്കൊല്ലം നമുക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും ഓർമ്മയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും പാട്ട് പാടിക്കുമോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ആരാണ് അമ്പെടുക്കുന്നത്, അപ്പം ചേട്ടൻ പറഞ്ഞു ഇക്കൊല്ലത്തെ അമ്പ് ചേട്ടൻ തന്നെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അതിന് നീയും വരണ്ട, മിയൂസും വരണ്ട, ചേച്ചിയും വരണ്ട, ആരും വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ചേച്ചി ചേട്ടൻ്റെ വീട്ടിൽ പോയി, അതുകൊണ്ട് ചേച്ചിക്ക് എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മിയൂസിന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ 2 പേരും കൂടിയിട്ട് എടുത്തോ,
പിന്നെ ചെക്കനാണെങ്കിൽ എടുക്കാൻ പറ്റില്ല, കാരണം മാമോദിസ കഴിയാത്തതുകൊണ്ട് നമുക്ക് അവനെ അവിടേക്ക് ഇതിനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും പറ്റാത്തത് കൊണ്ട് ഞാനും ചേട്ടനും കൂടിയിട്ടാണ് അമ്പ് എടുത്തത് കേട്ടോ. പിന്നെ ഗൾഫുകാരായതുകൊണ്ട് എല്ലാ പെരുന്നാളും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അപ്പോൾ കിട്ടണ പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ള ഒരു സ്കീമാണ് കേട്ടോ ചേട്ടൻ്റെ. അങ്ങനെ ഞങ്ങൾ അമ്പെടുത്തിട്ട് അടുത്ത വീട്ടിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ബാൻഡ് സെറ്റാണ് ഈ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും സംഭവങ്ങളും വെച്ചാൽ അവിടുത്തെ ആ ഒരു വീട്ടിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. ഇപ്പം എൻ്റെ ബെട്രോത്തലിൻ്റെ ഫോട്ടോസും സംഭവങ്ങളൊക്കെ ആ ഒരു വീട്ടിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഫോട്ടോസും ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അവിടുത്തെ ആ ഒരു വീട്ടിലത്തെ അമ്പ് ബാൻഡ് സെറ്റും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളവിടെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നത്. കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ, കുറേ വീട്ടിൽ അമ്പൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, അധികം ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയായിരുന്നു അവരുടെ വീട്. നമ്മുടെ തൊട്ടപ്പുറത്തേക്കാണ് നമ്മൾ അമ്പ് കൊണ്ടുവയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോഴേക്കും ചെക്കൻ നല്ല ഉറക്കത്തിലായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ, ബ്ലൗസ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചു ബ്ലൗസ് റെഡി ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പിന്നെയും റെഡി ആയില്ലെങ്കിൽ വെറുതെ അവിടെ പോയി വെറുതെ നിൽക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ വിളിച്ച് ചോദിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിനി കേച്ചേരിയിലേക്കാണ് പോകണത് ബ്ലൗസ് മേടിക്കാനായിട്ട്. അങ്ങനെ നമ്മളിതേ ബ്ലൗസ് മേടിച്ച് കഴിഞ്ഞു. അപ്പോൾ ബ്ലൗസ് ചെറിയൊരു എന്താ പറയുക ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ, കൈയിൻ്റെ അവിടെയൊക്കെ ചെറിയ ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരത് കറക്റ്റ് ചെയ്ത് തന്നിട്ട് നമ്മൾ പിന്നെ അമ്മയുടെ ബ്ലൗസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും മേടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി. കുറച്ച് കഴിയുമ്പോഴേക്കും ചേച്ചിയും മ്യൂസും ചേട്ടനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങി. പടക്കം പടക്കം പടക്കം. അപ്പോൾ ചേട്ടൻ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വരുന്ന സമയത്ത് മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ നമ്മുടെ ഐറ്റം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇങ്ങനെ ഫോട്ടോ കൊടുക്കാൻ പറ്റുമോ? ആളുണ്ടല്ലോ. ദേ വാ വാ വാ. ആ വാ. വരുന്നില്ല. എനിക്ക് പേടിയോ? ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എടുക്കല്ലേ. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. മൂളി എത്തിക്കേച്ചി മൂളി. മറ്റേത് കത്തിക്കേച്ച നേരത്തെ കത്തിച്ചത് കുഴപ്പമില്ലേ, കത്തിക്ക അങ്ങട്. അതവിടെ വെക്കേ, അവിടെ വെക്കേ, എന്നിട്ട് നേരെ ഓടിക്കോ.
അടുത്തത് നമ്മുടെ അഖിലയുടെ. അഖില അങ്ങോട്ട് ഓടും. അഖില അടുത്തത് കാത്തുക്കിടി. എന്താ അതതുപോലെ അതേപോലെ അങ്ങോട്ട് ഓടിയാ മതി. ചേട്ടൻ കത്തിക്കട്ടെ. അതാ കത്തിക്കുള്ള അതിന്റെ ഇത് കിട്ടി, അതാണ് ഇപ്പൊ കാണിക്കണത്. അങ്ങനെ നമ്മൾ പെരുന്നാളുടെ ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.